വഖഫ് ബില്ലിന് പിന്നിലുള്ള ബി.ജെ.പി. രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ എതിർപ്പുന്നയിക്കാനാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചത്. പക്ഷേ കേരളത്തിൽ സാഹചര്യം മറ്റൊന്നാണ്. മുനമ്പം ഭൂമി ഉയർത്തിക്കാട്ടി ബില്ലിനെ പിന്തുണയ്ക്കുകയാണ് കെ.സി.ബി.സിയും സഭാ നേതൃത്വവും. ബില്ലിനെ എതിർത്തതിന് കോൺഗ്രസ് എംപിമാർക്കെതിരെ അവർ രൂക്ഷ വിമർശനവും ഉയർത്തുന്നു. നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം നമ്മുടെ ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവരുടെ മനസാക്ഷിക്കനുസരിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചോ ഒക്കെ അവർ പ്രവർത്തിച്ചു. അതിനകത്തിപ്പോൾ അവർക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ബില്ലിനെതിരെ ലീഗും മുസ്ലിം സംഘടനകളും ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. ബില്ലിനെ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തെ അവർ ചോദ്യം ചെയ്യുന്നു. കോൺഗ്രസ് നിലപാടിൽ വെള്ളം ചേർക്കരുതെന്ന മുന്നറിയിപ്പും നൽകുന്നു. ട്രൈബ്യൂണലിന്റെ സാധ്യത വരെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലാണ് ഈ പറഞ്ഞ കെ.സി.ബി.സി പോലെയുള്ള സംഘടന ശ്രമിക്കുന്നത്. അത് എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ പിടിച്ചടക്കപ്പെട്ടവർ അവരുടെ സ്വത്ത് സംരക്ഷിക്കാൻ കാട്ടുന്ന വെപ്രാളം മാത്രമാണ്. ബില്ലിനെ എതിർത്ത് സഭാ നേതൃത്വത്തെ പിണക്കുന്നത് തിരിച്ചടിയാകുമോ എന്ന് UDF ആശങ്കപ്പെടുന്നുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ നേതൃത്വം രണ്ട് ചേരിയിലായതോടെ വഖഫ് ബിൽ UDF നേതൃത്വത്തിന് വലിയ തലവേദനയാവുകയാണ്. വോട്ട് ബാങ്കുകളായ രണ്ട് സമുദായങ്ങളെയും പിണക്കാതെ കൊണ്ടുപോകണം. ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും വേണം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.